ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞങ്ങൾ ഡോൾഫിൻ വാച്ചിങ്ങിന് പോയ വീഡിയോ ആണ് കേട്ടോ. ഷൈജാൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയും നാട്ടിൽ നിന്ന് ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവരെയും കൊണ്ടൊന്ന് കറങ്ങാൻ പോയതാണ് കേട്ടോ. മറീന ബന്ദർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഡോൾഫിൻ വാച്ചിങ്ങിന് പോയത്. ഇവിടെ എല്ലാ ദിവസവും 2 പ്രാവശ്യമായിട്ട് ഡോൾഫിൻ വാച്ചിങ്ങിന് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. 8 മണിക്കും 10 മണിക്കും. നമ്മൾ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോറൽ ഓഷ്യൻ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞ ട്രാവൽസിലാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. ഇവിടെ സാധാരണ ഒരാൾക്ക് 10 റിയാലാണ് ചാർജ് ചെയ്യുന്നത് ഡോൾഫിൻ വാച്ചിങ്ങിന്. പക്ഷേ ഇപ്പോൾ ഓഫറിൽ 7 റിയാലിന് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. നാഷണൽ ഡേ പ്രമാണിച്ചുള്ള ഓഫറാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത പ്രകാരം 9:30 ആയപ്പോൾ ഇവിടെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടു. നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. ഒരുപാട് നല്ല നല്ല ബോട്ടുകൾ അവിടെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. പിന്നെ ഇവിടെ കോഫി ഷോപ്പും വാഷ്റൂമൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ചായയൊക്കെ കുടിച്ച് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആവണമെങ്കിൽ ഒക്കെ ഫ്രഷായി നമുക്ക് പോവാനായിട്ട് റെഡി ആവാം കേട്ടോ. 2 മണിക്കൂർ നേരത്തേക്കുള്ള യാത്രയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 14 ആളുകൾ ആ ഒരു ബോട്ടിലുണ്ടായിരുന്നേ. പിന്നെ 2-3 കുഞ്ഞു കുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു 10 മണിയായപ്പോൾ യാത്ര പുറപ്പെടുത്തേ. നമ്മളിപ്പോൾ ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബോട്ടിലുള്ളവരെല്ലാവരും കയറാൻ പറഞ്ഞ് നമ്മൾ ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്റ്റോമോൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ക്രിസ്റ്റോമോൻ 10th കാരണം ക്ലാസ് മിസ്സാക്കണ്ടെന്ന് ഓർത്ത് സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. ആ സമയത്ത് വേറെ 1-2 ബോട്ടുകളും കൂടെ ഡോൾഫിൻ വാച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളും അങ്ങനെ ബോട്ടിൽ കയറി എല്ലാവരും സെറ്റായി ഇരുന്നു. അതിനുശേഷം അവിടുത്തെ ഈ ട്രാവൽസിൻ്റെ ചേട്ടൻ വന്നിട്ട് നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരുന്നുണ്ടായിരുന്നേ. Hello, good morning all. I just give you a small briefing for you. This is Captain Vishnu today. Okay, we are going for watching dolphin now. Here is dolphins coming naturally here. Naturally means nobody can say like 100% guaranteed, but there is a good chance to see dolphin this time. There are many boats are going around. If any boat see dolphin, you will see. He will do his best anyway. Okay. While the boat moving time, please don't walk in the boat and all your life vest the feet below water. Mr. Vishnu. Okay, have a nice trip. അങ്ങനെ ഞങ്ങൾ 10 മണിയോട് കൂടി അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു കേട്ടോ. ഷൈജേട്ടന് വർത്താനം പറയാൻ ചേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്ന കാരണം ചേട്ടൻ അവരോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഞാനിങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് യാത്രയൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നല്ല രസകരമായ യാത്രയായിരുന്നു കേട്ടോ. നമ്മൾ ഈ കടലിൽ കൂടെ ഇങ്ങനെ ഇത്തിരി സ്പീഡിൽ ഈ ബോട്ട് പോകുമ്പോഴുള്ള ഒരു സുഖമില്ലേ, അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദൂരം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ഡോൾഫിൻസിനെയൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ അവർ ബോട്ട് പതുക്കെ ഒന്ന് സ്ലോ ചെയ്തു. അപ്പോൾ അതുപോലെ നമ്മുടെ പോലെ തന്നെ ഡോൾഫിനുകളെ കാണാൻ വന്ന മറ്റു ബോട്ടുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അധികം ഡോൾഫിൻസിനൊന്നും കാണാൻ പറ്റിയില്ല, എന്നാലും കുറച്ചിങ്ങനെ കണ്ടു. നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും അവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡോൾഫിൻ്റെ ആ വീഡിയോ പകർത്താനുള്ള എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ബോട്ട് ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ പേടിച്ചിട്ട് കിടന്ന് ഒച്ചയെടുക്കുന്നുണ്ടായിരുന്നേ. അതും ഒരു രസമായിരുന്നു.
കുറച്ച് നേരം ഞങ്ങൾ ഡോൾഫിൻസിനെയൊക്കെ കണ്ട് അവിടെ നിന്ന് നന്നായി എൻജോയ് ചെയ്തു. അതിന് ശേഷം അവർ നമുക്ക് തിരിച്ച് പോവാമെന്ന് പറഞ്ഞ് ബോട്ട് തിരിച്ച് പോവുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കടലിലൊരു പക്ഷിയില്ലേ, സീഗൾസ് എന്ന് പറഞ്ഞിട്ട്, ആ പക്ഷികൾ വന്നിട്ട് മീനെ പിടിക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. മീനുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് പോകുന്നതിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ പറന്ന് പോകുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ പിന്നെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ബോട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ വന്നിരുന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഞാനും ഷൈജേട്ടനും സ്റ്റാർട്ടിങ്ങിൽ അവിടെ വന്നിരുന്നില്ല, നല്ല വെയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ വന്നിരുന്ന്, അതും നല്ലൊരു രസകരമായ ഒരു ഇതായിരുന്നു കേട്ടോ. നമ്മൾ ആ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കോസ്റ്റൽ ഏരിയ ടച്ച് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുവരായിരുന്നേ, ഏകദേശം അതിനോട് ചേർന്ന്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അവിടെ ഈ പ്രൈവറ്റ് ബീച്ചുകളാണ്, അതായത് ഈ സംഗ്രീല റിസോർട്ട്, പിന്നെ ജുമൈറ റിസോർട്ടോ അങ്ങനെ എന്തൊക്കെയോ റിസോർട്ടുകളുടെ പേര് പറയുന്നുണ്ടായിരുന്നു. ആ റിസോർട്ടുകളുടെയൊക്കെ ബീച്ചാണ്. അപ്പോൾ ആ സൈഡിലേക്ക് നമുക്ക് പോകാൻ അനുവാദമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. കണ്ടോ, സംഗ്രീല ഹോട്ടലിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് ഏതാണെന്നറിയില്ല. സംഗ്രീല, ജുമൈറ ആ റിസോർട്ടുകളൊക്കെ ഈ സൈഡിൽ കൂടെ വരുന്നുണ്ട്. കണ്ടോ, ആ ഒരു ആർച്ച് പോലെ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആദ്യമൊക്കെ ബോട്ട് വിടാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വിടുന്നില്ല. അത് ഈ പ്രൈവറ്റ് ബീച്ചാക്കി അവിടേക്കുള്ള എൻട്രികളൊക്കെ നിർത്തി തോന്നുന്നു. ഇത് നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ വിഷ്ണു, മലയാളിയാണ് കേട്ടോ. അങ്ങനെ നല്ല രസകരമായ ഒരു യാത്രയായിരുന്നു കേട്ടോ. നമ്മൾ യാത്രയൊക്കെ നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ ഈ ബീച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പയ്യൻ അവിടെ സർഫിങ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നേ. അതും നല്ലൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ യാത്രകളൊക്കെ നമ്മൾ നന്നായി എൻജോയ് ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് നമ്മളൊരു തിരിച്ചൊരു 12 മണിയോട് കൂടി നമ്മൾ യാത്ര പുറപ്പെട്ടോടെ തന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.